കഥയാരംഭിക്കുന്നത് ജെറുസലമിലാണ്. AD 33 യേശുക്രിസ്തു ജെറുസലേം തെരുവുകളിൽ അവിടുത്തെ പാവം ജനങ്ങൾക്ക് പ്രബോധനം നടത്തിയിരുന്ന കാലം. അന്നവിടെ ജീവിച്ചിരുന്ന ഒരു ഹിബ്രൂമാൻ ക്ലാരൻസിനെ നമ്മൾ പരിചയപ്പെടുന്നു. ക്ലാരൻസ് എന്ന തന്റെ സുഹൃത്തിനൊപ്പം മേരി മഗ്ദലേൻ അഥവാ മഗ്ദലന മറിയത്തിനൊപ്പം ഒരു കുതിരപ്പന്തയത്തിൽ ഏർപ്പെട്ട് റേസിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ കുതിരയോട്ടത്തിൽ വിജയിക്കുന്ന വ്യക്തിക്ക് അത്യാവശ്യം നല്ലൊരു തുക ലഭിക്കും. ക്ലാരൻസ് മുമ്പിട്ട് നിന്നിരുന്നു. പക്ഷേ കുറച്ചു ദൂരം പിന്നിട്ടപ്പോ മുഷിന്ന വസ്ത്രം ധരിച്ച് മേലുമൊത്തം അഴുക്കുപുരണ്ട ഒരു ഭിക്ഷാടകൻ ക്ലാരൻസിന്റെ വണ്ടിക്ക് മുമ്പിലെത്തി. ക്ലാരൻസ് ഒട്ടും മടിച്ചില്ല. അയാളെ ചവിട്ടി താഴെയിട്ട് വണ്ടിയെടുത്ത് മുമ്പോട്ടേക്ക് പോയി. ബെഞ്ചമിൻ എന്നായിരുന്നു ആ പിച്ചക്കാരന്റെ പേര്. വീണ്ടും കുതിരയോട്ടം തുടർന്നു പോന്നു. ഒടുവിൽ അവർ ജിപ്സികളുടെ ഏരിയയിലെത്തി. ആ സമയം അവിടെ മറഞ്ഞു നിന്നിരുന്നൊരു ജിപ്സി ക്ലാരൻസിന് നേരെ ഒന്ന് ഷൂട്ട് ചെയ്തു. നിയന്ത്രണം തെറ്റിയ ക്ലാരൻസ് കുതിരവണ്ടിയുമായി അപകടത്തിൽപ്പെട്ടു. മേരി മഗ്ദലേൻ വിജയിക്കുകയും ചെയ്തു. ക്ലാരൻസ് ആകെ വീണ്ടും വല്ലാതായി. അവൻ അവിടുത്തെ ഒരു പ്രധാന വട്ടിപ്പലിശക്കാരനിൽ നിന്ന് പണം കടം വാങ്ങിയിട്ടുണ്ട്. ആള് കുറച്ച് പ്രശ്നക്കാരനാണ്. ഏറ്റവും വലിയ പ്രശ്നം അതൊന്നുമല്ല, ആ വട്ടിപ്പലിശക്കാരന്റെ പെങ്ങളുമായി ക്ലാരൻസ് പ്രണയത്തിലുമാണ്. വിറീനിയ എന്നായിരുന്നു അവളുടെ പേര്. എന്തായാലും ക്ലാരൻസും ക്ലാരൻസിന്റെ കൂട്ടുകാരനും അവിടെ നിന്ന് മാർക്കറ്റിലേക്ക് പോന്നു. അവിടെ എത്തിയപ്പോഴാണ് യേശുക്രിസ്തു തന്റെ 12 അനുയായികളുമായി സഖാക്കളുമായി അങ്ങോട്ടേക്ക് എത്തിയത്. അപ്പോസ്തലന്മാർക്കൊപ്പം എത്തിയ ജീസസിനെ കാണാൻ നിരവധി സാധാരണ മനുഷ്യർ തടിച്ചുകൂടി ജീസസിൽ നിന്ന് അനുഗ്രഹം വാങ്ങാനും മറ്റും ആരംഭിച്ചു. ഇതെല്ലാം ക്ലാരൻസ് കൂട്ടുകാരനൊപ്പം നിന്ന് നോക്കിക്കാണുന്നുണ്ടായിരുന്നു. ജീസസിനെ പോലെ ഇത്രയധികം പവർഫുള്ളായ ആളുകളൊക്കെ ആരാധിക്കുന്ന ഒരു വ്യക്തിയായി തനിക്ക് മാറണം എന്ന് ക്ലാരൻസ് ആ സമയം കൂട്ടുകാരനോട് പറഞ്ഞു. ക്ലാരൻസ് പിന്നാലെ അവിടെ ഉണ്ടായിരുന്ന അപ്പോസ്തലന്മാരുടെ അടുത്തേക്ക് ചെന്നു. ആ കൂട്ടത്തിൽ തോമസും ഉണ്ടായിരുന്നു, ക്ലാരൻസിന്റെ സഹോദരൻ. അദ്ദേഹവും ഒരു അപ്പോസ്തലനാണ്. തനിക്ക് ജീസസിനെ കാണണം ക്ലാരൻസ് തോമസിനോട് പറഞ്ഞു. പക്ഷേ തോമസ് അത് പറ്റില്ല എന്നായിരുന്നു ക്ലാരൻസിന് മറുപടി കൊടുത്തത്. നിനക്ക് ജീസസിൽ വിശ്വാസമില്ല, പിന്നെന്തിനു നീ കാണണം, നീ ഇവിടെ നിന്ന് പോകൂ. ക്ലാരൻസിന് മുമ്പിൽ മറ്റു വഴികളുണ്ടായിരുന്നില്ല. ക്ലാരൻസ് അവിടെ നിന്ന് മടങ്ങി. അവൻ നേരെ പോയത് താൻ പണം കടം വാങ്ങിയ ആ വട്ടിപ്പലിശക്കാരന്റെ അടുത്തേക്കായിരുന്നു. അവിടെത്തിയ ക്ലാരൻസിനെ പണം തിരികെ കൊടുക്കാത്തതിന്റെ പേരിൽ അയാൾ ഭീഷണിപ്പെടുത്തി. 30 ദിവസത്തിനുള്ളിൽ നീ പണം തിരികെ തരണം, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ തൂക്കിക്കൊല്ലും. അവിടെ നിന്ന് വരുന്ന വഴിക്ക് ക്ലാരൻസ് വട്ടിപ്പലിശക്കാരന്റെ സഹോദരിയെ കണ്ടു. അവർ തമ്മിൽ പ്രണയത്തിലാണല്ലോ. കുറച്ചുനേരം ഇരുവരും പ്രണയസല്ലാപത്തിലേർപ്പെട്ടു. സഹോദരനുമായുള്ള പ്രശ്നങ്ങളുടെ കാര്യം അവൻ പറഞ്ഞപ്പോ അവൾ അറിയിച്ചു, ഈ ഒരു കാര്യത്തിൽ മാത്രം എനിക്ക് നിന്നെ സഹായിക്കാൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. നീ തന്നെ എന്തെങ്കിലും കണ്ടെത്തിയേ പറ്റൂ. കുറച്ചു ദിവസങ്ങൾ കടന്നുപോയി. ക്ലാരൻസിന് എന്ത് ചെയ്യണമെന്നൊരു പിടുത്തവുമില്ല. പെട്ടെന്ന് അവനൊരു ആശയം തോന്നി. ജീസസിന്റെ അപ്പോസ്തലന്മാരിൽ ഒരാളായാൽ ജനങ്ങൾ ബഹുമാനിക്കും, ജനങ്ങളിൽ നിന്ന് പണവും കിട്ടും. അങ്ങനാണെങ്കിൽ എല്ലാ പ്രശ്നങ്ങളിൽ നിന്ന് ഒറ്റയടിക്ക് പുറത്തു കടക്കാം. അത് നല്ലൊരു ആശയമല്ലേ? കൂട്ടുകാരനടുക്കൽ അവൻ ചോദിച്ചു. പിന്നാലെ ജീസസിന്റെ 12 അപ്പോസ്തലന്മാരുടെ അടുത്തേക്ക് ക്ലാരൻസ് എത്തിച്ചേർന്നു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ കൂടെ ചേരണമെന്നുണ്ട്. എനിക്ക് നിങ്ങളിൽ 13ാമനാകണം. അത് കേട്ടതും അവിടെ ഉണ്ടായിരുന്ന അപ്പോസ്തലന്മാരൊക്കെ ചിരിക്കാൻ തുടങ്ങി. കാര്യം അവർക്കൊക്കെ കൃത്യമായിട്ട് ക്ലാരൻസിന്റെ സ്വഭാവം അറിയാമായിരുന്നു. കഞ്ചാവ് വലിച്ച് നടക്കുന്ന, മോഷ്ടിച്ച് ജീവിക്കുന്ന, തെറ്റുകളിൽ മാത്രം ഏർപ്പെടുന്ന ഒരുത്തൻ അവനെങ്ങനെ ജീസസിന്റെ സഹായിയാകും, അപ്പോസ്തലനാകും? അവർക്കത് അംഗീകരിക്കാൻ പറ്റില്ലായിരുന്നു. മാത്രമല്ല എന്തെങ്കിലും തട്ടിപ്പിനാവും അവൻ വന്നിട്ടുണ്ടാവുക എന്ന തരത്തിലും അവർ ചിന്തിച്ചിരുന്നു. വിശ്വസിച്ചവനെ കൂടെ നിർത്താനും പറ്റില്ല. എന്നിരുന്നാലും അവനൊരു ചാൻസ് കൊടുക്കാനും അവരൊടുവിൽ തീരുമാനിച്ചു. കൂട്ടത്തിലെ ഒരു അപ്പോസ്തലനായ ജൂദാസ് പറഞ്ഞു, നിനക്ക് ഞങ്ങളുടെ കൂടെ കൂടാം, പക്ഷേ അതിനു മുമ്പ് നീ ഒരു കാര്യം ചെയ്യണം. ഇവിടെ അടിമക്കച്ചവടം ചെയ്യുന്ന, അടിമകളെ പോരാളികളാക്കി നിർത്തുന്ന ഒരു മനുഷ്യനുണ്ട്. അയാളിൽ നിന്ന് അടിമകളെ മോചിപ്പിച്ചാൽ നിനക്കൊരു അവസരം നൽകാം. കേട്ടതിന് പിന്നാലെ തന്റെ കൂട്ടുകാരനെയും കൂട്ടി ക്ലാരൻസ് നേരെ ആ ഓണറുടെ അടുത്തേക്ക് പുറപ്പെട്ടു. അവിടെ നിരവധി അടിമകളുണ്ടായിരുന്നു. ക്ലാരൻസ് അയാളോട്, ഈ അടിമകളെയൊക്കെ നിങ്ങൾ മോചിപ്പിക്കണം, ജീസസ് പറഞ്ഞു വിട്ടതാണെന്നെ എന്ന തരത്തിൽ പറഞ്ഞു. പക്ഷെ ആ അടിമക്കച്ചവടക്കാരനാകട്ടെ മനസ്സിലൊരു ദയയും കരുണയുമൊന്നുമില്ലാത്ത ക്രൂരനായ വ്യക്തിയായിരുന്നു. അയാൾ ഒട്ടും മടിച്ചില്ല. തന്റെ അടിമകളോട് പറഞ്ഞു, നിങ്ങളിൽ ആർക്ക് വേണമെങ്കിലും ദാ ഈ വന്ന ഇവനെയും ഇവന്റെ സഹായിയെയും കൊല്ലാം. അവരെ ഞാൻ മോചിതരാക്കും. കേൾക്കേണ്ട താമസം. അടിമകൾ ക്ലാരൻസിനെയും കൂട്ടുകാരനെയും ചുറ്റിവളയാൻ തുടങ്ങി. ക്ലാരൻസ് ഒന്ന് ഭയപ്പെട്ടിരുന്നു. പെട്ടെന്ന് അത് തടഞ്ഞ് ഓണർ പിന്നാലെ പറഞ്ഞു, എങ്കിൽ അത് വേണ്ട, എന്റെ ഒരു പോരാളിയുണ്ട്, അടിമ ബറാബസ്. അവനുമായി ഏറ്റുമുട്ടി നീ വിജയിച്ചാൽ ഞാൻ അവനെ നിനക്ക് മോചിതനാക്കി തരാം. പക്ഷേ യാഥാർത്ഥ്യത്തിൽ ഈ ബറാബസ് എന്ന് പേരുള്ള ഗ്ലാഡിയേറ്റർ വളരെയധികം അപകടകാരിയാണ്. ഒരാൾക്കും ബറാബസിനെ അങ്ങനെ കൊല്ലാനോ പരാജയപ്പെടുത്താനോ കഴിയില്ല. അത്രയും കരുത്തുറ്റ വ്യക്തി. ഇതൊന്നും അറിയാതെ ക്ലാരൻസ് വെല്ലുവിളി സ്വീകരിച്ചു. വൈകാതെ ബറാബസ് എത്തി. ഏറ്റുമുട്ടൽ ആരംഭിച്ചു.
ശക്തനായ ബറാബസിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ക്ലാരൻസിന് സാധിക്കുമോ? ക്ലാരൻസിന് നല്ല രീതിയിൽ മർദ്ദനമേറ്റു. പക്ഷേ ഒരു ഘട്ടത്തിൽ അവനൊരു പിടിവള്ളി കിട്ടി. അവന്റെ വാളിൽ നിന്ന് സൂര്യപ്രകാശത്തിൽ റിഫ്ലക്ഷൻ വരുന്നുണ്ട്. അതുപയോഗിച്ച് അവൻ ബറാബസിന്റെ ശ്രദ്ധ തെറ്റിച്ചു. പിന്നാലെ അയാളുടെ കഴുത്തിൽ കത്തിവെച്ചു. അങ്ങനെ ബറാബസിനെ ക്ലാരൻസ് പരാജയപ്പെടുത്തി. എന്തായാലും അങ്ങനെ ബറാബസ് മോചിതനായി. ബറാബസുമായി ക്ലാരൻസ് അവിടെ നിന്ന് പുറത്തേക്കിറങ്ങി. ബറാബസുമായി നേരെ ക്ലാരൻസ് പോയത് അപ്പോസ്തലന്മാരുടെ അടുത്തേക്കായിരുന്നു. പക്ഷേ അവരിലൊരാൾ പറഞ്ഞു, ഒരാളെ മോചിപ്പിച്ചാലൊന്നും നിനക്കങ്ങനെ അവസരം തരാൻ പറ്റില്ല. മുഴുവൻ പേരെയും മോചിപ്പിക്കുക എന്നതായിരുന്നില്ലേ നിന്നോട് പറഞ്ഞത്? പിന്നാലെ അവന്റെ സഹോദരൻ അപ്പോസ്തലനായ തോമസും ക്ലാരൻസിനോട് സംസാരിച്ചു. നീ ഒരു നിരീശ്വരവാദിയല്ലേ? നിനക്ക് ദൈവത്തിൽ പോലും വിശ്വാസമില്ല. ആ നിന്നെ എങ്ങനെ ഒരു അപ്പോസ്തലനാക്കും? ഞങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടും. അത് സാധിക്കില്ല. ഉടൻ ക്ലാരൻസിന്റെ മറുപടി എത്തി. പ്രായമായ അമ്മയെ തനിച്ചാക്കിയിട്ടാണ് നീ ജീസസിന്റെ അടുത്ത് ചേരാൻ വേണ്ടി പോന്നത്. നിന്റെ അമ്മയെ നീ തിരിഞ്ഞു നോക്കിയില്ല. അവരെ പരിപാലിച്ചതും നോക്കിയതും ഞാനായിരുന്നു. നിനക്ക് പിന്നെ എന്ത് അവകാശവും അധികാരവുമാണ് വിശ്വാസത്തെപ്പറ്റിയും നേർമാർഗത്തെപ്പറ്റി പറയാനുമുള്ളത്? അതും പറഞ്ഞ ദേഷ്യത്തിൽ ക്ലാരൻസ് അവിടെ നിന്നിറങ്ങി. സത്യത്തിൽ ക്ലാരൻസിന് ജീസസിൽ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. ജീസസ് ഒരു മായാജാലക്കാരനാണ്, ഒരു തട്ടിപ്പുകാരനാണ്, ആളുകളെ പറ്റിച്ച് പണമുണ്ടാക്കുകയാണ് എന്നൊക്കെയായിരുന്നു ക്ലാരൻസ് ചിന്തിച്ചിരുന്നത്. എങ്ങനെയെങ്കിലും ജീസസിന്റെ ആ ട്രിക്കുകൾ പഠിച്ചെടുക്കണമെന്നും അതുപയോഗിച്ച് ആളുകളെ വിഡ്ഢികളാക്കി പണം കൊയ്യണം, റെസ്പെക്ട് നേടിയെടുക്കണം എന്നുള്ള ചിന്തകൾ ക്ലാരൻസിലേക്ക് വന്നു. അതിനുവേണ്ടിയുള്ള യാത്ര ക്ലാരൻസ് ആരംഭിച്ചു. ക്ലാരൻസിന്റെ കൂടെ സുഹൃത്തും മോചിപ്പിച്ചെടുത്ത അടിമയായ ബറാബസും മറ്റുമുണ്ടായിരുന്നു. അവരുടെ യാത്ര യേശുക്രിസ്തുവിന്റെ അച്ഛനായ ജോസഫിനെയും അമ്മ മറിയത്തെയും കാണുവാനാണ്. പോകുന്ന വഴിയിലൊക്കെ ബറാബസ് സംസാരിക്കുന്നുണ്ട്. ബറാബസിന് റോമൻ സാമ്രാജ്യത്തോടും അവരുടെ നിയമങ്ങളോടും പട്ടാള ചിട്ടയോടുമൊക്കെ വലിയ എതിർപ്പായിരുന്നു. അവരെ ശത്രുക്കളെ പോലെ ബറാബസ് നോക്കിക്കണ്ടിരുന്നു. യാത്രാമധ്യേ റോമൻ സോൾജിയേഴ്സ് അവരെ തടഞ്ഞു. അവരുടെ രേഖകളൊക്കെ ചോദിച്ചു. പക്ഷെ അവരുടെ പക്കൽ ഡോക്യുമെന്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. യാഥാർത്ഥ്യത്തിൽ ആ സോൾജിയേഴ്സ് തിരഞ്ഞുകൊണ്ടിരുന്നത് ദൈവപുത്രനായി അറിയപ്പെടുന്ന ജീസസിനെയായിരുന്നു. എങ്ങനെയൊക്കെയോ അവിടെ നിന്ന് രക്ഷപ്പെട്ട് കടക്കുവാൻ ക്ലാരൻസിനും സുഹൃത്തുക്കൾക്കുമായി. അവിടെ നിന്ന് നടന്നു പോകുമ്പോ ബറാബസ് പറഞ്ഞു, ആർക്കും എന്നെ അങ്ങനെ കൊല്ലാൻ പറ്റില്ല. ഞാൻ അമരത്വമുള്ളവനാണ്. എന്റെ കാലിൽ പരിക്കേൽപ്പിച്ചാൽ മാത്രമേ എന്നെ ഉപദ്രവിക്കാൻ സാധിക്കൂ. ബറാബസ് അത് പറഞ്ഞെങ്കിലും ക്ലാരൻസും മറ്റും അത് വിശ്വസിച്ചില്ല. യാത്രയ്ക്കൊടുവിൽ ക്ലാരൻസ് വിശുദ്ധ മറിയത്തിന്റെ അടുത്തെത്തി. മറിയത്തിനടുക്കൽ ക്ലാരൻസ് ജീസസ് പ്രവർത്തിക്കുന്ന ഈ ട്രിക്കുകൾ എങ്ങനെയാണ് പഠിക്കുന്നത് എന്ന കാര്യമൊക്കെ ചോദിച്ചു. ഉടൻ മറിയം പറഞ്ഞു, ജീസസ് കാണിക്കുന്നത് ട്രിക്കുകളൊന്നുമല്ല, യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് എല്ലാ മനുഷ്യരും അവനെ വിശ്വസിക്കുന്നത്. ക്ലാരൻസ് എന്തായാലും തന്ത്രങ്ങളൊന്ന് പ്രയോഗിക്കാൻ തീരുമാനിച്ചു. തന്റെ സുഹൃത്തിനെ അന്ധനാക്കിയും കാലിന് സുഖമില്ലാത്തവനാക്കിയും അഭിനയിപ്പിച്ച് അതൊക്കെ ജനങ്ങൾക്ക് മുമ്പിൽ സുഖപ്പെടുത്തുന്ന പോലെ കൃത്രിമമായി കാണിച്ച് ജനങ്ങളുടെ വിശ്വാസവും മറ്റും അവൻ നേടിയെടുത്തു. ഒരുപാട് പണവും കിട്ടി. എന്തിനേറെ പറയുന്നു, മരിച്ചു കിടക്കുന്ന സുഹൃത്തിനെ ജീവിപ്പിക്കുന്ന ഒരു നാടകം പോലും ക്ലാരൻസ് നടത്തിയെടുത്തു. കണ്ടു നിൽക്കുന്ന ജനങ്ങൾക്ക് അതൊക്കെ യാഥാർത്ഥ്യമായേ തോന്നിയുള്ളൂ. മുഴുവൻ മായാജാല കാഴ്ചകളായിരുന്നു, തട്ടിപ്പുകളായിരുന്നു. പാവം ജനങ്ങൾ അത് വിശ്വസിച്ച് ക്ലാരൻസിനെന്തോ അതിമാനുഷിക ശക്തിയുണ്ട് എന്നൊക്കെ ചിന്തിക്കാൻ തുടങ്ങി. ഇത്തരത്തിലുള്ള വിശ്വാസ തട്ടിപ്പുകളിലൂടെയും മറ്റും ക്ലാരൻസ് പണമുണ്ടാക്കാൻ ആരംഭിച്ചു. അത്യാവശ്യം നല്ലൊരു തുക ക്ലാരൻസിന്റെ കയ്യിൽ വന്നു. പതിയെ പതിയെ ക്ലാരൻസിനെ വിശ്വസിക്കുന്ന ജനസമൂഹത്തിന്റെ എണ്ണം കൂടി വന്നു. പലരും ദൈവപുത്രനായും മിശിഹ ആയുമൊക്കെ ക്ലാരൻസിനെ നോക്കിക്കാണാൻ തുടങ്ങി. ഒരു ഘട്ടത്തിൽ ക്ലാരൻസിന്റെ സഹോദരൻ തോമസ് ക്ലാരൻസിനടുത്തെത്തി സംസാരിച്ചു. നീ ഈ ചെയ്യുന്നത് വലിയ തെറ്റുകളാണ്, തിരുത്താൻ പറ്റാത്ത പാപങ്ങൾ. ഇതിൽ നിന്നൊക്കെ നീ പിന്മാറണം. തോമസ് പറഞ്ഞെങ്കിലും ക്ലാരൻസ് അതിനെയൊക്കെ പുച്ഛത്തോടെ തള്ളിക്കളഞ്ഞു. ആ ഉപദേശമൊന്നും സ്വീകരിക്കാൻ ക്ലാരൻസ് ഒരുക്കമായിരുന്നില്ല. ക്ലാരൻസിന്റെ സഹോദരൻ അതോടെ മടങ്ങിപ്പോയി. എന്നിരുന്നാലും ഉള്ളിന്റെ ഉള്ളിൽ താൻ ചെയ്യുന്നത് തെറ്റാണ് എന്ന് ക്ലാരൻസിന് ബോധ്യമുണ്ടായിരുന്നു. പതിയെ പതിയെ കുറ്റബോധം അവനെ പിടികൂടാൻ ആരംഭിച്ചു. ഒടുവിൽ കുറ്റബോധത്താൽ മുങ്ങിയവൻ അങ്ങനെ താൻ സമ്പാദിച്ച ആ മുഴുവൻ പണവുമായി നേരെ പോയത് അടിമകളായ ഗ്ലാഡിയേറ്റേഴ്സിനെ ഉണ്ടാക്കുന്ന മുമ്പ് ബറാബസിനെ അവൻ മോചിപ്പിച്ചെടുത്ത അതേ ഓണറുടെ അടുത്തേക്കാണ്, അടിമ കച്ചവടക്കാരന്റെ അടുത്തേക്കാണ്. അയാൾക്കടുത്ത് പണം കൊടുത്ത് മുഴുവൻ അടിമകളെയും മോചിപ്പിക്കാൻ ക്ലാരൻസ് ആവശ്യപ്പെട്ടു. പണം കിട്ടിയതോടെ ഓണർ അടിമകളെ മോചിപ്പിച്ചു. ക്ലാരൻസ് നല്ല പ്രവർത്തികൾ ചെയ്തു തുടങ്ങുകയായിരുന്നു. ക്ലാരൻസ് അവിടെ നിന്ന് പോയത് തന്റെ പ്രണയിനിയെ കാണുവാനാണ്. അവളെ കണ്ട് ക്ലാരൻസ് സംസാരിച്ചു. അതിനോടകം അവന്റെ അത്ഭുത പ്രവൃത്തികളെ പറ്റിയും മറ്റും നാട്ടിൽ കുറെയൊക്കെ സംസാരമുണ്ടായിരുന്നു. അതിനെപ്പറ്റി അവളും കേട്ടിരുന്നു. അവൾ അതിനെപ്പറ്റി ചോദിച്ചപ്പോ ക്ലാരൻസ് പറഞ്ഞു, ഒക്കെ തട്ടിപ്പായിരുന്നു. ആളുകളെ കൺകെട്ട് വിദ്യയിലൂടെ പറ്റിച്ച് ഞാൻ പണമുണ്ടാക്കിയതാണ്. പക്ഷേ ഇപ്പോൾ അതൊന്നും തുടരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ചെയ്തത് തെറ്റായിരുന്നു. അതിൽ നിന്നൊക്കെ മാറി നല്ല രീതിയിൽ ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിന്റെ കൂടെ എനിക്ക് ജീവിക്കണം.
ഈ സമയം മറ്റൊന്നു സംഭവിക്കുകയായിരുന്നു. മേരി മഗ്ദലനം പിടികൂടപ്പെട്ടിരുന്നു. വേശ്യാവൃത്തി ആരോപിച്ച് റോമൻ പട്ടാളം മേരി മഗ്ദലനത്തിനെ കല്ലെറിഞ്ഞു കൊല്ലാൻ ഉത്തരവിട്ടു. അവിടുത്തെ ഒരു കൂട്ടം ജനത മേരി മഗ്ദലനത്തിനെ കെട്ടിയിട്ട് കല്ലെറിയാൻ ആരംഭിച്ചു. വേദന കൊണ്ട് അവർ പൊളയുന്നുണ്ടായിരുന്നു. ആ വഴി വന്ന ക്ലാരൻസിന്റെ കൂട്ടുകാരൻ അത് കണ്ടു. ക്ലാരൻസിന്റെ കൂട്ടുകാരൻ മഗ്ദലനത്തെ കവർ ചെയ്ത് മുമ്പിൽ കയറി നിന്നു. ആളുകൾ പക്ഷേ കല്ലെറിയൽ തുടരുകയാണ്. ആ സമയമാണ് അങ്ങോട്ടേക്ക് ജീസസ് കടന്നു വരുന്നത്. ജീസസ് തന്റെ കൈ ഉയർത്തിയതും എറിഞ്ഞ കല്ലുകൾ വായുവിൽ തെക്കായി അങ്ങനെ നിൽക്കാൻ തുടങ്ങി. കൈ താഴ്ത്തിയപ്പോഴോ ആ കല്ലുകൾ താഴേക്ക് പതിച്ചു. ജനങ്ങൾ അത് കണ്ട് മിണ്ടാതെ പരിഭ്രാന്തരായി അനങ്ങാതെ നിൽക്കുന്നുണ്ടായിരുന്നു. ജീസസ് അങ്ങോട്ടേക്ക് കടന്നു വന്നു. മേരി മഗ്ദലനത്തെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ജീസസ് മഗ്ദലന മറിയത്തെ തൊട്ടപ്പോൾ അവളുടെ ശരീരത്തിലെ മുറിവുകളില്ലാതായി. അവൾ പെട്ടെന്ന് സുഖപ്പെട്ടു. മേരി മഗ്ദലനത്തിന് ജീസസ് പാപമോചനം നൽകി. അവളുടെ വിലങ്ങുകൾ പോലും ജീസസ് ഒന്ന് തൊട്ടപ്പോൾ പൊട്ടി വീണു. ജനങ്ങൾ അതൊക്കെ കണ്ട് അതിശയിക്കുന്നുണ്ടായിരുന്നു. പിന്നാലെ ജീസസ് അവിടുത്തെ ജനങ്ങളോട് പറഞ്ഞു, നിങ്ങളിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ. ഇതിനെല്ലാം ദൃക്സാക്ഷിയായ ക്ലാരൻസിന്റെ സുഹൃത്ത് അതിശയത്തോടെ ക്ലാരൻസിന്റെ അടുക്കലേക്ക് ഓടിയെത്തി. ജീസസിൽ വിശ്വസിക്കാൻ തുടങ്ങിയ അവൻ തന്റെ അതിശയങ്ങൾ, താൻ കണ്ട കാഴ്ചകൾ ക്ലാരൻസിനോട് വിശദീകരിച്ചു പറഞ്ഞു. ക്ലാരൻസ് അപ്പോഴും ഒന്നും ഉൾക്കൊള്ളാൻ തയ്യാറായിരുന്നില്ല. അതൊക്കെ വെറും കൺകെട്ട് വിദ്യകളായിരിക്കും എന്നായിരുന്നു ക്ലാരൻസ് പറഞ്ഞത്. അന്ന് വൈകുന്നേരം ക്ലാരൻസ് ഒരു പാർട്ടിക്ക് പോയിരുന്നു. അവിടെ അവന്റെ ഗേൾഫ്രണ്ട് വെർണിയ വന്നു. അവർ കുറച്ചു സമയം അവിടെ ചെലവഴിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ വെർണിയയെ അവിടെയെങ്ങും കാണുന്നില്ല. ക്ലാരൻസ് ചുറ്റിലും നോക്കി. അവൻ പുറത്തേക്കിറങ്ങി വന്നു. നോക്കുമ്പോൾ അതാ വെർണിയയുടെ സഹോദരൻ അങ്ങോട്ടേക്ക് കടന്നു വന്നിട്ടുണ്ട്. ക്ലാരൻസിനെ പിടികൂടാനും കടം വാങ്ങിയ പണം തിരികെ കൊടുക്കാത്തതിന്റെ പേരിൽ അവനെതിരെ നടപടിയെടുക്കാനുമാണ് അയാളുടെ വരവ്. ക്ലാരൻസ് ചിന്തിച്ചത് വെർണിയ തന്നെ ചതിച്ചു, സഹോദരൻ ഒറ്റുകൊടുത്തു എന്ന തരത്തിലായിരുന്നു. പക്ഷേ വെർണിയയുടെ സഹോദരൻ ക്ലാരൻസിനെ പിടികൂടുന്നതിന് മുമ്പ് അങ്ങോട്ടേക്ക് റോമൻ സോൾജിയേഴ്സ് എത്തി. ക്ലാരൻസ് ദൈവപുത്രനാണ്, മിശിഹയാണ് എന്ന തരത്തിലൊക്കെ സംസാരം ഇതിനിടയിൽ അവിടെ ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ക്ലാരൻസിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാനായിട്ടായിരുന്നു റോമൻ പട്ടാളം എത്തിച്ചേർന്നത്. അത്ഭുത സിദ്ധികൾ പ്രവർത്തിക്കുന്നു, ദൈവപുത്രനാണ് എന്ന് പറയുന്നവരെ പിടികൂടാൻ അവിടുത്തെ പടത്തലവൻ ഉത്തരവിട്ടിരുന്നു. അറസ്റ്റ് തടയുവാൻ ബറാബസും കൂട്ടുകാരനും ശ്രമിച്ചു. പക്ഷേ അതവരുടെ ജീവന് തന്നെ അപകടമാകും എന്ന് ചിന്തിച്ചപ്പോ ക്ലാരൻസ് കീഴടങ്ങാൻ തീരുമാനിച്ചു. അധികം വൈകാതെ പിടികൂടപ്പെട്ട ക്ലാരൻസ് വിചാരണയ്ക്കായി റോമൻ എംപയറുടെ മുമ്പിലേക്ക് എത്തിക്കപ്പെട്ടു. വിചാരണ നടന്നു. ക്ലാരൻസ് അവിടെ വെച്ച് ഏറ്റുപറഞ്ഞു, ഞാൻ ദൈവപുത്രനൊന്നുമല്ല, എനിക്ക് അത്ഭുത ശക്തികളുമില്ല, ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് തട്ടിപ്പായിരുന്നു. പക്ഷെ അവിടുത്തെ ജനറൽ പറഞ്ഞു, അങ്ങനെ ഏറ്റുപറഞ്ഞത് കൊണ്ടൊന്നും കാര്യമില്ല, ജനങ്ങളത് കണ്ടു വിശ്വസിക്കണം. ദാ അവിടെയുള്ള ആ വെള്ളത്തിന് മുകളിൽ നീ അങ്ങ് നടന്നോ. വെള്ളത്തിന് മുകളിലൂടെ നീ നടന്നാൽ നിനക്ക് അത്ഭുത ശക്തിയുണ്ട്, ഇല്ലെങ്കിൽ നീ മുങ്ങിപ്പോകുമല്ലോ. ജനങ്ങൾ കണ്ടു വിശ്വസിക്കട്ടെ. ക്ലാരൻസ് വൈകാതെ അവിടെ ഉണ്ടാക്കിയിരുന്ന പൂളിലേക്ക് കൊണ്ടെത്തിക്കപ്പെട്ടു. പക്ഷെ ക്ലാരൻസിന് ഉറപ്പുണ്ടായിരുന്നു, വെള്ളത്തിൽ ചവിട്ടുന്ന നിമിഷം താൻ മുങ്ങിപ്പോകും. പിന്നെന്ത് പേടിക്കാൻ. ക്ലാരൻസ് തയ്യാറായി വെള്ളത്തിൽ ചവിട്ടി. പക്ഷെ അത്ഭുതമെന്ന് പറയട്ടെ, അവൻ വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നുണ്ടായിരുന്നില്ല, വെള്ളത്തിന് മുകളിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നു. അത് കണ്ടതും അവിടെ കൂടിയിരുന്ന ജനങ്ങൾ ഒന്നടങ്കം അത്രമേൽ അതിശയിച്ചിരുന്നു. തൊട്ടു പുറകെ ക്ലാരൻസിനെ പിടികൂടാൻ റോമൻ സോൾജിയേഴ്സ് വെള്ളത്തിലേക്ക് കാലെടുത്തു വെച്ചു. അവരാകട്ടെ വെള്ളത്തിൽ മുങ്ങിയും പോയി. അതോടെ ക്ലാരൻസിനും എന്തൊക്കെയോ ശക്തിയുണ്ട് എന്ന് ജനറൽ അടക്കം തിരിച്ചറിഞ്ഞു. ക്ലാരൻസിനെ ജയിലിൽ അടയ്ക്കുവാൻ ജനറൽ ഉത്തരവിട്ടു. അതിനുശേഷം അവന് കുരിശിലേറ്റും എന്നും ജനറൽ പ്രഖ്യാപിച്ചിരുന്നു. യാഥാർത്ഥ്യത്തിൽ റോമൻ എംപയർ ദൈവപുത്രന്മാരാണെന്ന് പറഞ്ഞു വരുന്നവരെയൊക്കെയും കൊന്നു തള്ളിക്കൊണ്ടിരിക്കുകയായിരുന്നു. മറ്റൊരു മതത്തിന്, മതവിശ്വാസത്തിന് അവിടെ വളരുവാനുള്ള അവസരം അവർ ഒരുക്കുന്നേയുണ്ടായിരുന്നില്ല. ജീസസിനെയും അപ്പോസ്തലന്മാരെയും പിടികൂടാനും മറ്റുമായി അതിനോടകം റോമൻ എംപയർ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ കിട്ടിയിരുന്നില്ല. ആ പേരിൽ ആരെയൊക്കെ കിട്ടുന്നുവോ അവരെയൊക്കെ കൊന്നുതള്ളുകയാണ് റോമൻ എംപയറിന്റെ പതിവ്. ക്ലാരൻസ് ജയിലിൽ അടയ്ക്കപ്പെട്ടു. നടക്കുന്നത് എന്താണ് എന്ന് ക്ലാരൻസിന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. മറുവശത്ത് ക്ലാരൻസ് വെള്ളത്തിന് മുകളിൽ നടന്ന കാര്യവും മറ്റും നാടൊട്ടുക്കും വാർത്തയായി പരക്കാൻ ആരംഭിച്ചു. ക്ലാരൻസിന്റെ സഹോദരൻ തോമസ് ജയിലിലെത്തി ക്ലാരൻസിനെ നോക്കിക്കണ്ടു. തന്നോട് ക്ഷമിക്കുവാൻ ക്ലാരൻസിനോട് പറഞ്ഞു. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനാണ് നീയെന്ന് അവനോടായി എടുത്തു പറഞ്ഞു. അമ്മയെ നോക്കാൻ പറ്റാത്തതിലുള്ള കുറ്റബോധവും അതിനുള്ള ക്ഷമാപണവും തോമസ് എടുത്തു പറഞ്ഞിരുന്നു. ക്ലാരൻസ് തന്റെ സഹോദരനോട് ക്ഷമിച്ചു. തന്റെ കാലശേഷം അമ്മയെ നോക്കുവാനും സഹോദരനടുക്കൽ പറഞ്ഞു. ഇതിനിടയിൽ വെറിനിയെയും ക്ലാരൻസിനെ കാണാനെത്തി. താനല്ല തന്റെ സഹോദരനടുക്കൽ ക്ലാരൻസിനെ ഒറ്റുകൊടുത്തതെന്ന് ഏറ്റുപറഞ്ഞ അവൾ ക്ലാരൻസിനോട് ക്ഷമ ചോദിച്ചു. ക്ലാരൻസിനും അവളോട് ദേഷ്യമൊന്നും ഉണ്ടായിരുന്നില്ല. അവൾ പറഞ്ഞത് ക്ലാരൻസ് മനസ്സാ സ്വീകരിച്ചു. ഇതേസമയം മറുവശത്ത് ജീസസ് ആകട്ടെ റോമിലെ തെരുവിലൂടെ അലഞ്ഞ പിച്ചക്കാരനായ ബെഞ്ചമിനെ കാണുകയായിരുന്നു. ബെഞ്ചമിന്റെ കയ്യിൽ ജീസസ് ഒരു നാണയം വെച്ചു കൊടുത്തു. ബെഞ്ചമിന്റെ കയ്യിൽ നാണയം തൊട്ടതും അത് ഇരട്ടിയായി
വൃത്തിയായി വീഴാൻ തുടങ്ങി. ബെഞ്ചമിൻ ആവശ്യത്തിന് പണമായപ്പോ ഒരു മേക്ക് ഓവർ തന്നെ നടത്തി. നന്നായി വൃത്തിയായി മുടിയൊക്കെ ശരിയാക്കി നല്ല വസ്ത്രം ധരിച്ചു. അഴുക്കൊക്കെ പോയതും ബെഞ്ചമിന്റെ വെളുത്ത രൂപം പുറത്തു വന്നു. ജീസസിനെ പോലെ വസ്ത്രം ധരിച്ച് ജീസസിനെ പോലെ അയാൾ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി. ജീസസ് തനിക്ക് തന്ന അനുഗ്രഹം മറ്റുള്ളവർക്കായി പകർന്നു കൊടുക്കാൻ തുടങ്ങി. നാണയങ്ങൾ ഇരട്ടിപ്പിച്ച് എല്ലാവർക്കും പണം നൽകി. ബെഞ്ചമിൻ ഇത്തരത്തിൽ പണം വിതരണം ചെയ്യാൻ തുടങ്ങിയതും റോമൻ സോൾജേഴ്സ് അത് കണ്ടെത്തി. അമാനുഷിക ശക്തിയുള്ള ബെഞ്ചമിൻ ദൈവപുത്രനായിരിക്കാം എന്ന് ചിന്തിച്ച് അവർ ബെഞ്ചമിനെയും പിടികൂടി ജയിലിൽ അടച്ചു. ബെഞ്ചമിനെയും കുരിശിലേറ്റാൻ ഉത്തരവായി. ഒടുവിൽ ആ ദിവസം വന്നെത്തി. ക്ലാരൻസും ബെഞ്ചമിനും അടക്കം കുരിശിലേറ്റപ്പെടുന്ന ദിവസം. ക്രൂരമായി മർദ്ദിക്കപ്പെട്ട് കുരിശും ചുമന്ന് ബെഞ്ചമിൻ മലമുകളിലേക്ക് നടന്നു കയറിക്കൊണ്ടിരുന്നു. ഒടുവിൽ ബെഞ്ചമിനെയും ക്ലാരൻസിനെയും കുരിശിൽ തറച്ചു. ബെഞ്ചമിൻ ശാപവാക്കുകൾ എറിഞ്ഞു. താൻ കൊല്ലപ്പെടുന്നതിൽ എല്ലാവരെയും കുറ്റപ്പെടുത്തി. മറുവശത്ത് ക്ലാരൻസ് ആകട്ടെ എല്ലാവരോടും നല്ലത് പറഞ്ഞു, നല്ല രീതിയിൽ ജീവിക്കാൻ ഉപദേശിച്ചു. എവിടെയോ കുറ്റബോധവും പശ്ചാത്താപവും ക്ലാരൻസിനെ നല്ലൊരു മനുഷ്യനാക്കി മാറ്റിത്തീർത്തിരുന്നു. അവനിലെ മാറ്റം അന്ന് കുരിശിലേറിയ സമയത്ത് പ്രകടമായും കാണാമായിരുന്നു. മറ്റ് പലർക്കുമൊപ്പം അവരെന്ന് കുരിശിൽ തറയ്ക്കപ്പെട്ട് വേദനയിൽ പിടഞ്ഞ് ഈ ലോകത്തോട് വിട പറഞ്ഞു. ഈ വിവരങ്ങൾ എല്ലായിടത്തും പരന്നിരുന്നു. ജീസസിന്റെ കൂടെയുണ്ടായിരുന്ന അനുയായികളിൽ ഒരാൾ ഈ വിവരമൊക്കെ അറിഞ്ഞ് കരയുന്നുണ്ടായിരുന്നു. ജീസസിനും ഇത്തരത്തിലെന്തെങ്കിലും സംഭവിച്ചാലോ? പക്ഷെ അന്ന് ജീസസ് തന്നെ പറഞ്ഞു, ഒരിക്കൽ എന്റെ കൂടെയുള്ളവരിൽ ഒരാളാൽ ഞാനും ചതിക്കപ്പെടും. അന്ന് ഞാനും കുരിശിൽ തറയ്ക്കപ്പെടും. അന്ന് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരണം വരിച്ച ക്ലാരൻസിന്റെ മൃതശരീരം ഒരിടത്ത് സൂക്ഷിച്ചിരുന്നു. അങ്ങോട്ടേക്ക് ജീസസ് കടന്നു ചെന്നു. ഒരു സ്പർശനത്തിലൂടെ മരണത്തിൽ നിന്നും ജീസസ് ക്ലാരൻസിനെ ഉണർത്തി. അവന്റെ കയ്യിലെയും മറ്റും മുറിവുകൾ അപ്രത്യക്ഷമായി. ജീസസ് പറഞ്ഞു, ഒരുപാട് അടിമകളെ മോചിപ്പിച്ച് നീ വളരെ വലിയൊരു നന്മയാണ് ചെയ്തത്. ഞാനിതാ നിന്റെ എല്ലാ പാപങ്ങളും നിന്നിൽ നിന്ന് അകറ്റി നിർത്തുന്നു. എല്ലാം മാപ്പാക്കി തന്നിരിക്കുന്നു. എഴുന്നേറ്റ ക്ലാരൻസ് ആ അത്ഭുതങ്ങൾ തന്റെ കൺമുമ്പിൽ കണ്ടു. ജീസസ് ദൈവത്തിന്റെ മകനാണെന്ന് ക്ലാരൻസും വിശ്വസിച്ചു. നിരീശ്വരവാദിയായിരുന്ന ക്ലാരൻസ് അതോടെ പൂർണ്ണമായും ഒരു ദൈവവിശ്വാസിയായി മാറി. ജീസസിന്റെ ഫോളോവറായി പിൽക്കാലം ക്ലാരൻസ് ജീവിച്ചു. ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. രസകരമായ ഈ ഒരു ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.